സ്പെയിനിൽ നിന്നും ഇന്ത്യൻ മണ്ണിലേക്ക് വന്ന് വിവിധ ക്ലബ്ബുകൾക്കൊപ്പം തൻ്റെ ആ ഒരു യുണീക്ക് പാറ്റേൺ ഫോളോ ചെയ്ത് ഒരുപാട് അച്ചീവ്മെൻറ്റ് ഉണ്ടാക്കിയ പരിശീലകനാണ് സെർജിയോ ലൊബേറ. ഇപ്പം നിലവിൽ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിൻ്റെ പരിശീലകനാണ് സെർജിയോ ലൊബേറ. അദ്ദേഹം ആദ്യമായിട്ട് ഇന്ത്യയിലേക്ക് വന്നത് FC ഗോവയിൽ കൂടിയായിരുന്നു. അന്ന് ഗോവയെ ഗോൾമഴ പെയ്യിച്ച അതേ ഒരു പാറ്റേൺ തന്നെയാണ് ഇപ്പോഴും ആൾ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മോഹൻ ബഗാൻ പുതിയ താരങ്ങളെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്പർ 10 പൊസിഷനിൽ അവരുടെ സൂപ്പർ താരം ഉണ്ടായിരുന്നല്ലോ, ഹ്യൂഗോ ബോമസിനെ വേണം എന്നുള്ളൊരു വാശിയിലാണ് സെർജിയോ ലൊബേറ ഇപ്പോൾ നിൽക്കുന്നത്. പക്ഷേ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിൻ്റെ അധികൃതരും ഹ്യൂഗോ ബോമസും തമ്മിലുള്ള ബന്ധം എത്രമാത്രം സ്മൂത്താണ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് അതൊരു ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. അതുകൂടാതെ അഹമ്മദ് ജാഹുവിനെ നിങ്ങൾക്ക് അറിയാമല്ലോ, ഇന്ത്യയിലേക്ക് വന്ന ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളാണ് ഈ ഒരു മധ്യനിര താരം. അദ്ദേഹത്തിൻ്റെ ഒരു ത്രൂ പാസുകളുടെ ക്വാളിറ്റിയും കൃത്യതയും ഒന്നും വേറെ ആർക്കും ഇന്ത്യൻ ഫുട്ബോളിന് അനുകരിക്കാനേ കഴിഞ്ഞിട്ടില്ല. അതേ പാറ്റേണിൽ കളിക്കുന്ന ഒരു താരത്തിനെ കൂടി വേണം എന്ന് സെർജിയോ ലൊബേറ പറയുമ്പോൾ ആളിൻ്റെ ശൈലിയിൽ ആളിന് അന്നും ഇന്നും എന്നും വിശ്വാസമാണ്. അതിൽ കടുകിട മാറ്റം വരുത്താൻ പോലും തയ്യാറല്ല. താൻ ഇന്ത്യയിൽ നേട്ടമുണ്ടാക്കിയ സെയിം പ്രൊഫൈൽ പ്ലേയേഴ്സിനെ വേണമെന്ന് പുള്ളി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ എങ്ങനെ നടക്കും എന്നൊന്നും അറിയത്തില്ല. പുള്ളി ഹ്യൂഗോ ബോമസിനെ വേണമെന്ന് പറയുന്നുണ്ട്. മോഹൻ ബഗാൻ എങ്ങനെ എത്തിച്ചു കൊടുക്കും എന്നറിയത്തില്ല. കുറേ താരങ്ങൾ മോഹൻ ബഗാൻ വിട്ടു പോകുന്നുണ്ട്. അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യാം. ലൊബേറയ്ക്ക് വേണ്ടത് ഇന്നും അഹമ്മദ് ജാവുവിനെ പോലെയുള്ള പ്ലേയേഴ്സിനെയും ഹ്യൂഗോ ബോമസിനെ പോലെയുള്ള പ്ലേയേഴ്സിനെയാണ്. അവരെയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ കൊള്ളായിരുന്നു. മൊർത്തദ ഫോളിനെ അയാൾ പോകുന്നിടത്ത് എല്ലായിടത്തും കൊണ്ടുപോകായിരുന്നു. പക്ഷേ പ്രായം പുള്ളിയെ തളർത്തി തുടങ്ങി. അഹമ്മദ് ജാഹുവിൻ്റെ സെയിം പ്രൊഫൈലുള്ള താരത്തിനെ വേണമെന്ന് പറയുന്നുണ്ട്. അതേ കഴിവൊക്കെ ഉള്ള ഒരാളെ കിട്ടിയാൽ കൊള്ളാം. ഒരു മാറ്റമില്ലല്ലോ ലൊബേറയ്ക്ക്.